റെഡി സാർ ടേക്ക്. അല്ല സാർ റെഡി അല്ല, എനിക്ക് എന്റെ പഞ്ഞി കാണുന്നില്ല. ചേച്ചി എടുത്ത എന്റെ പഞ്ഞി. പഞ്ഞി ഇതില്ലെങ്കിൽ ഞാൻ എങ്ങനെ ചാവും? ചേട്ടാ ഒരു മിനിറ്റ്. അതെ, ഈ ശവം എങ്ങനെയായിരിക്കും മരിച്ചിട്ടുണ്ടാവുക? എന്തിനാ? അല്ല അതിനനുസരിച്ച് എക്സ്പ്രഷൻ കൊടുക്കാനാ. ശവത്തിന് എക്സ്പ്രഷനോ? ഇതിപ്പോ ഒരു ലോറി ഇടിച്ച് മരിച്ച ഡെഡ് ബോഡി ആണെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനെയല്ലേ ഭാവം വരൂ. അതല്ല തൂങ്ങി മരിച്ച ഡെഡ് ബോഡി ആണെങ്കിൽ ഇങ്ങനെയും. അതല്ല മാരകമായ വല്ല അസുഖം എക്സ്പ്രഷനും വേണ്ട, ചേട്ടൻ വെറുതെ കിടന്നാ മതി. അപ്പൊ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായിരിക്കും. ഓക്കെ ചേച്ചി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സീരിയല്ല? അല്ലല്ല, മൊബൈലില്. സത്യം പറയാനും പാടില്ല. റെഡി സാർ, റെഡി സാർ. ചൊറിഞ്ഞിട്ടും വയ്യ. എന്റെ ബിൽസില ഇതാരെവിടെ കൊണ്ട് കൊടുത്തത്? എന്നെ കാണാൻ ഷാറൂഖ് ഖാൻ, നിന്നെ കാണാൻ നയൻതാര, നമ്മൾ രണ്ടും കൂടിയ പിന്നെ ബിൽസില ബിൽസില ബിൽസില. മനസ്സിൽ പൊട്ടി. ബിൽസില കേട്ടാൽ ഹാർട്ടിലാകെ കമ്പിത്തിരികൾ. കുമിളപ്പോലുള്ള ജീവിതം ബിൽസില കേട്ടാൽ ഹാപ്പിയാകും. സാർ എന്നെ ഒന്നും ചെയ്യരുത് സാർ, എനിക്കറിയാതൊരു അബദ്ധം പറ്റിയതാ. ഇനി സിനിമാ സീരിയൽ അഭിനയം എങ്ങാനും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മുഖത്താസിട്ടൊഴിക്കുന്ന തക്ക സമയത്ത് ആ ഭാസ്കരൻ സീഡി എന്ന നന്നായി. ഇല്ലെങ്കിൽ ഞാനൊരു ഗതിയായേനെ. മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടി ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളൂ. ഇനി ഞാനത് യൂട്യൂബിൽ കൊടുക്കും. ഹലോ, ഞാനിവിടെ അമ്മൂക്കയുടെ കൂടെ ഒരു സിനിമയിൽ ഫൈറ്റ് സീൻ. ഇതാ അമ്മനാത്തോന്റെ അച്ഛനല്ലേ? അത് വേറെ ആരും അമ്മയുടെ നാത്തൂര. നീ വാ, അത് അയാളൊന്നുമല്ല. നീ സീരിയൽ അഭിനയിക്കാൻ വന്നല്ലേ? അല്ല, ഇത് സിനിമയുടെ ഷൂട്ടിംഗ് തന്നെയാ. സത്യം പറയുന്നത് സീരിയലിന്റെ ഷൂട്ടിംഗ് അല്ലേ? അതെ അതെ. I'm so proud of you, ശങ്കു. ഞാൻ ഭയന്നു നീ വല്ല സിനിമയിൽ അഭിനയിച്ച് വഴിതെറ്റി പോവോന്ന്. ഇതിപ്പോ സീരിയൽ എന്ത് നല്ല കാര്യം. എത്ര കുടുംബങ്ങൾക്ക് നീ വഴികാട്ടിയോ. I'm so happy. ഇതും നിന്റെ ബിൽസിലെ പോലെ. അയ്യോ എന്താ? ഒന്നുമില്ല, വന്നേ വാ. ഇത് വെറും എന്റെ ഹോബി മാത്രമാണ്. പപ്പ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകും വരെ മാത്രം. I told you before, right? അതൊക്കെ പോട്ടെ, നിന്റെ അടുത്ത് ഇവിടെ ഞാനുണ്ടെന്ന് ആരാ പറഞ്ഞു? Who told you that? Your cousin, Ram. ഓ റാം, ഞാൻ ഊഹിച്ചു. Ladies and gentlemen, കോടീശ്വരി മഞ്ജനി ശിവദാസിനെ സ്വന്തമാക്കി 1 കോടി രൂപയുടെ ഫ്ലാറ്റും ബെൻസ് കാറും വിൻ ചെയ്യാൻ പോകുന്ന ആ ഭാഗ്യവാനാരെന്ന് ഇപ്പോൾ അറിയാം. പ്ലീസ് വെൽക്കം ദ മണവാട്ടിക്കുട്ടി മഞ്ജനി. ടെൻഷൻ ഉണ്ടോ മഞ്ജനി? ഇതാ ടെൻഷൻ ഫ്രീ മഞ്ജനി. Manjani's hero is our chocolate boy from Cochin, Ram Yuvraj. ഇത് രാമനുണ്ണി രാജ, സഹോദരങ്ങളിൽ സഹോദരിയുടെ മകൻ. റിയാലിറ്റി ഷോകളിലൂടെ റിയൽ എസ്റ്റേറ്റ് രാജാവാകാൻ നടക്കുന്നയാൾ. Give a big hand to Manjani's hero, Ram. Congratulations, Mr. Ram, for your fantastic performances in all the rounds. Thanks. ഒരു നല്ല ഭർത്താവാകാനുള്ള എല്ലാ ഗുണങ്ങളും തനിക്കുണ്ടെന്ന് റാം തെളിയിച്ചു.
ഹാപ്പി ഹസ്ബൻഡ് റൗണ്ടിൽ വെറും 1 മണിക്കൂർ കൊണ്ട് 36 ചുരിദാർ, 28 സാരി, 112 നൈറ്റി എന്നിവ 2.5 സ്പൂൺ സോപ്പ് പൊടിയും 1.5 ബക്കറ്റ് വെള്ളവും മാത്രം ഉപയോഗിച്ച് കഴുകി ഊതിയുണക്കിയ മിടുക്കൻ. ശിശുപാലന റൗണ്ടിലും പാചക റൗണ്ടിലും തന്റെ 1ാം സ്ഥാനം കൈവിടാതെ ഇടിച്ചു പരത്തി ഉറപ്പിച്ചു. കണ്ടില്ലേ, പെങ്ങളോട് പ്രണയമാണെന്ന് പറഞ്ഞിട്ട് അവൻ കാണിക്കുന്ന കണ്ടില്ലേ? പക്ഷെ ഇത് ചീപ്പായി പോയി, ചീറ്റിംഗ് ആയി പോയി. പ്രതികരിക്കൂ പെങ്ങളെ, പ്രതികരിക്കൂ. എനിക്ക് പൊക്കം കുറവുള്ളതുകൊണ്ടായിരിക്കും അല്ലേ? അതിനവനാരാ? അമിതാഭ് ബച്ചനോ? നിറമുള്ള ഒരു ശ്രീനിവാസൻ, അത്രേ ഉള്ളൂ. പ്രതികരിക്കൂ പെങ്ങളെ, ചോടോ മത്തുസേ. Please put your hands together for Manjini and Ram Swayamvaram. Go, go. മഞ്ജിനി അല്ല രഞ്ജു, ഞാൻ പറയുന്നു. ഞാൻ മാലിട്ടോട്ടെ. രഞ്ജുരെ, ഒരു ഫ്ലാറ്റും ബെൻസ് കാറുമാണ്. ഞാൻ പറയട്ടെ, എന്റെ പൊന്നു രഞ്ജു, ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കും. ഇതൊരു ഗെയിം ഷോ അല്ലേ? എന്റെ രഞ്ജു, ഉച്ചയ്ക്ക് കല്യാണം കഴിച്ച് ആദ്യ രാത്രിക്ക് തൊട്ട് മുമ്പ് ഞാൻ അവളെ ഡൈവേഴ്സ് ചെയ്യില്ലേ? രഞ്ജു, ഞാൻ ആകെ കൊളവായല്ലോടോ. ഒരു വിധത്തിൽ കരകയറി വരികയായിരുന്നു. എവിടെ നിന്ന് കിട്ടിയടോ ഇയാളെ? തന്റേതോ ബന്ധുവാണെന്നല്ലേ പറഞ്ഞത്? എന്റെ സാറേ, ഇതുപോലെ വേറെ 2 ഉണ്ട്. 3 അങ്ങോട്ടും ഇങ്ങോട്ടും പാരയാ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. സ്പോൺസറോട് പറയാൻ വേറെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറ. നമുക്കൊരു മ്യൂസിക്കൽ ഡാൻസ് ഡ്രാമ കോമഡി ചെയ്താലോ? കലക്കും. പിന്നെ ഫൈനൽ റൗണ്ടിലെ ഒരു ട്വിസ്റ്റും. ട്വിസ്റ്റോ? എന്ത് ട്വിസ്റ്റ്? ഈ ഫൈനൽ റൗണ്ടിലെ ഒരു കണ്ടസ്റ്റന്റ് കൊല്ലപ്പെടുന്നു. റിമോട്ടാൻ നോക്കത്തില്ല, ഒറ്റ ഏറ് വെച്ചോണ്ടല്ലോ. എന്റെ ഈശ്വര, സ്പോൺസറോട് ഞാൻ ഇനി എന്ത് മറുപടി പറയും? ത്രിമൂർത്തികൾ നാണമല്ലോ അവന്മാർക്ക് റെക്കമെൻഡ് ചെയ്യാൻ. തലതിരിഞ്ഞവരാവന്മാര് എങ്ങനെ നന്നാവും? മോനെ അശോക, അത് നീ തലതിരിഞ്ഞ് നിൽക്കുന്നോണ്ടല്ലേ തോന്നുന്നത്. അവര് നല്ലവരാ. ഞാനിങ്ങനെ തലതിരിഞ്ഞ് നിൽക്കുന്നോണ്ടാ തല തിരിയാതിരിക്കുന്നത്. പക്ഷേ അവന്മാര് തല തിരിയാതെ നിൽക്കുന്നോണ്ടാ തല തിരിഞ്ഞിരിക്കുന്നത്. മോനെ, ഞങ്ങള് ശ്രമിക്കാഞ്ഞിട്ടാണോ? നീ വിചാരിച്ച നടക്കും. ഒന്നുമില്ലെങ്കിലും നീയും കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഒരു അംഗമല്ലേ? കൃഷ്ണപുരം കൊട്ടാരത്തിലെ അംഗം അങ്ങനെ പറയാൻ എനിക്ക് നാണക്കേടാ. അവന്മാര് കാരണം. എനിക്ക് കൊട്ടാരത്തിലെ അഡ്രസ് വേണ്ട. പക്ഷേ ആ ത്രിമൂർത്തികളൊന്ന് ആഞ്ഞു വിളിച്ച ഇനി ആ കൊട്ടാരത്തിലെ അഡ്രസ്സേ ഉണ്ടാവില്ല. അതാ ഞങ്ങൾ നിന്റെ അടുത്ത് വന്നത്. 3 പേരെ ഒരുമിച്ച് ഒരിടത്ത് ജോലിക്ക് നിർത്താൻ നിന്നെ കൊണ്ടാവും. അതൊരു തുടക്കാവും. അവിടെയും തുടങ്ങും തമ്മിപ്പാര. എല്ലാവർക്കും കോടീശ്വരന്മാരാണല്ലോ. നിങ്ങളുടെ മോനെ പുളുന്തം പ്രേം നസീർ രാമൻ ഞാൻ ജോലി ചെയ്യുന്ന ചാനലിന്റെ റിയാലിറ്റി ഷോയാണ് കൊളവാക്കിയത്. മോനെ, നിന്റെ അച്ഛൻ പ്രഭാകരേട്ടൻ മൂപ്പരുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്തേനെ. ഓ, പഴയ കടപ്പാടിന്റെ പാഴ്സൽ തുറക്കണ്ട. നിങ്ങൾ ചെല്ല്, ഞാൻ നോക്കട്ടെ. എന്തെങ്കിലും കുഴപ്പമുണ്ടായാ പിന്നെ പ്രഭാകരൻ ചേട്ടനെ പ്രഭാകര ചേച്ചയുടെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. ചെല്ല്. അതെ, എന്തിനാ ചേട്ടാ ആ തല്ലിപ്പൊളികളെ നന്നാക്കാൻ വെറുതെ? നന്നാക്കാനോ? എടാ, അവന്മാർക്ക് പണി മേടിച്ചു കൊടുത്ത് പണി കൊടുക്കാൻ പോവാ. നമ്മുടെ സായിപ്പ് ഡിക്കുറൂസിന്റെ കോൾ സെന്ററിൽ. അവിടെ അവന്മാർ എന്തെങ്കിലും വിളച്ചിലെടുക്കും. ആ ചെറ്റകളുടെ ശല്യം അതോടെ കൊട്ടാരത്തിൽ കൈവെക്കാൻ ഞാൻ ചില സൂത്രപ്പണികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്.